വെണ്ടയ്ക്ക കൊണ്ട് ഒരു സിമ്പിളായിട്ടാട്ടോ ഇന്നത്തെ റെസിപ്പി. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇത് മാത്രം മതി വയറ് നിറയെ ചോറുണ്ണാൻ. അപ്പം നമ്മുടെ ചാനലായിട്ടുള്ള കിച്ചൺ ഓഫ് ഹബീസ്കൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഇതിന് മെയിനായിട്ട് വേണ്ടത് വെണ്ടയ്ക്ക കേട്ടോ. വെണ്ടയ്ക്ക ഞാൻ ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, അല്പം ഉപ്പും ചേർക്കുന്നുണ്ട്. ഇനി അതിലോട്ട് വേണ്ടത് അല്പം മഞ്ഞൾപ്പൊടിയാട്ടോ, എല്ലാം കൂടി ചേർത്ത് കൊടുക്കും. ഇനി വേണ്ടത് വെളുത്തുള്ളി ഇഞ്ചി ഞാൻ ചെറുതാക്കി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ പേസ്റ്റും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അതിലോട്ട് അല്പം വെളിച്ചെണ്ണ തൂവി കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഈ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാനിലോട്ട് അല്പം വെളിച്ചെണ്ണ തൂവി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറഞ്ഞ ഫ്ലെയിമിലിട്ടിട്ടാട്ടോ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഈ വെണ്ടയ്ക്ക ഫ്രൈൻ്റെ കൂടെ ഒരു തക്കാളിക്കറിയും കൂടി ഉണ്ടെങ്കിൽ ഗംഭീര ഊണ്. നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ. വളരെ സിമ്പിളാണ് തയ്യാറാക്കാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.